ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് HSIയുടെ സിലബസിൽ തന്നെയുള്ള ഒരു പോയമാണ് ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ യാൺ. അപ്പോൾ പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ജോൺ കീറ്റ്സിനെ പറ്റി നോക്കാം. English romantic poet John Keats was born on October 31st, 1795 in London. The oldest of 4 children, he lost both his parents at young age. His father, a livery stable keeper, died when Keats was 8. His mother died of tuberculosis 6 years later. He was an English poet prominent in the second generation of romantic poets with Lord Byron and P.B. Shelley. Although his poems has been published for only 4 years when he died of tuberculosis at the age of 25. They were indifferently received in his lifetime, but his fame grew rapidly after his death. By the end of the century, he placed in a canon of English literature and had become an inspiration for the pre-Raphaelite Brotherhood, strongly influencing many writers. The Encyclopedia Britannica called one of the finest masterpieces. George Louis Borges named his first encounter with Keats an experience that he felt all his life. Keats had a style heavenly lauded with sensualities, notably in series of odes. Typical of romantics, he extenuated extreme emotion by emphasizing natural imagery. Today, his poems and letters remain among the most popular and analyzed in English literature, especially acclaimed Ode to a Nightingale, Ode to a Grecian Urn, Sleep and Poetry, and the sonnet One First Looking into Campaign's Armor. He was died on 23rd February 1821 at the age of 25. അപ്പോൾ ജോൺ കീറ്റ്സ് ജനിച്ചത് 31st October 1795 മരിച്ചത് 23rd February 1821 അദ്ദേഹത്തിന് 25 വയസ്സ് വരെ മാത്രമാണ്. ആ 25 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹം മരിച്ചു. ഒരു ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരുന്നു. TB വന്നാണ് മരിക്കുന്നത്. റോമിൽ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹം സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റാണ് വിത്ത് ലോർഡ് ബൈറൺ ആൻഡ് PB ഷെല്ലി. ജീവിച്ചിരുന്ന ടൈമിൽ അദ്ദേഹം വളരെ അക്സെപ്റ്റഡ് ഓർ പ്രോമിനൻ്റ് ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് മരണശേഷം അദ്ദേഹത്തിൻ്റെ ഫെയിം പെട്ടെന്നാണ് വളർന്നത്. അത് മരണശേഷമാണ് അദ്ദേഹം കൂടുതൽ ഫേമസ് ആയത്. ഹി വാസ് പ്ലേസ്ഡ് ഇൻ എ കാനൺ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പിന്നെ അദ്ദേഹത്തിൻ്റെ പോംസ് വിക്ടോറിയൻ ഏജിലും പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡിലുമൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഓർ പോയട്രി നോക്കിയാൽ he used vivid imagery and heavenly lauded with sensuality, especially in odes. പിന്നെ അദ്ദേഹം ഗ്രീക്ക് കൾച്ചറിൽ നിന്ന് ഇമേജസ് യൂസ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ടു ഇല്ലുസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രീക്കിലെ കുറച്ച് ഇമേജസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നേച്ചർ മാത്രമല്ല, ആർട്ടിലും ബ്യൂട്ടി കണ്ടിരുന്നു. ആർട്ടിലും ബ്യൂട്ടി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആർട്ട് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് എവർ ലാസ്റ്റിംഗ്. ഓഡ് ഓൺ എ ഗ്രേഷ്യൻ യാൺ എന്ന് പറയുന്ന ഓഡ്, അതിൽ നമുക്ക് ഈ ഒരു ആർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ യാൺ, ഓഡ് ടു എ നൈറ്റിംഗേൾ, സ്ലീപ്പ് ആൻഡ് പോയട്രി, പിന്നെ സോണറ്റ്, ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ടു കാമ്പൈൻസ് ആർമർ ഒക്കെയാണ് നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം സോണറ്റ്സിൽ അത്ര വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും, അദ്ദേഹം എഴുതിയ സോണറ്റ്സിലൊന്നും അദ്ദേഹം അത്ര വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല. ഓടാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഓടെന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആൻ ഓഡ് ഈസ് എ കൈൻഡ് ഓഫ് പോയം യൂഷ്വലി praising something. An ode is a form of lyrical poetry expressing emotion, and it's usually addressing to someone or something, or it represents the poet musing on the person or thing. As Keats or tell us what he thought as he looked at the Grecian Urn. എന്തിനോടെങ്കിലും അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന പോവാണ് ഓഡ് എന്ന് പറയുന്നത്. ഓഡ് ഒരു ഗ്രീക്ക് വേർഡാണ്, മീനിങ് സൺ. അപ്പോൾ ഈ ഓഡിൻ്റെ നെയിം എന്താ, ഈ ഓഡിൻ്റെ പേരെന്താ? ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. അപ്പോൾ ഈ ഏൺ എന്താണെന്നറിയാമല്ലോ, മരിച്ച ആൾക്കാരുടെ ആഷസൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു പാത്രം. നമ്മളിപ്പോൾ മരിച്ചു, നമ്മൾ സംസ്കരിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിതാഭസ്മം എല്ലാം കൂടെ നമ്മൾ ഒരു കലത്തിൽ അല്ലെങ്കിൽ ഒരു കുടത്തിൽ ഒക്കെ ഇങ്ങനെ കെട്ടി വെക്കില്ലേ, ഒരു പാത്രത്തിൽ കെട്ടി സൂക്ഷിച്ച് വെക്കും ഇല്ലേ? ആ പാത്രത്തിനെയാണ് ഏൺ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പോപ്പുലറാണ് എമംഗ് ഹിന്ദുസ് അല്ലേ. ബട്ട് ഈ കീറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ഫെമിലിയറായി?
നോക്കാം. ഏൻഷ്യൻ ഗ്രീക്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ദ ആഷസ് ഓഫ് ഡെഡ്. ഇങ്ങനെയാണ്. അപ്പോൾ ഗ്രീക്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ ആഷസ് സൂക്ഷിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയാണ് കീറ്റ്സിനെ ഈ ഏണിനെ പറ്റി അറിയുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് മ്യൂസിയം വിസിറ്റ് ചെയ്ത ടൈമിൽ ഇങ്ങനത്തെ ഏൺസും അതിൽ എൻഗ്രേവിങ്സും ഒക്കെ കണ്ടിട്ടുണ്ട്. ഗ്രീക്ക് ആർട്ടും ഒക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ അറിയാം. ഇത് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം കണ്ട ബ്രിട്ടീഷ് മ്യൂസിയം വിസിറ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു ഏണിനെയും ആ ഒരു ആർട്ടിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ പോയം. അപ്പോൾ ഈ പോയത്തിനെ പറ്റി ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ പോയം 5 സ്റ്റാൻസയാണ് ഈ ഒരു പോയത്തിനുള്ളത്. 5 സ്റ്റാൻസാസിലും ഓരോ സ്റ്റാൻസയിലും 10 ലൈൻസാണുള്ളത്. അപ്പോൾ 10 ലൈൻസ് ഈച്ച്. അപ്പോൾ ടോട്ടൽ 50 ലൈൻസാണ് ഈ ഒരു ഓഡിനുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പോയത്തിൻ്റെ ഓവറോൾ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ലൈൻ ബൈ ലൈൻ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ വൈസ് അനാലിസിസ് ഞാൻ പറയാം. ആദ്യമേ ജസ്റ്റ് സമ്മറി ഒന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റാൻസ വൈസ് അനാലിസിസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. സപ്പോസ് ഒത്തിരി ലെങ്തി അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓവറോൾ സമ്മറി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കിയാൽ നമുക്ക് കാണാം സ്പീക്കർ ഇവിടെ ഒരു ഏണിനെ അഡ്രസ്സ് ചെയ്താണ് സംസാരിക്കുന്നത്. ഒരു ചിതാഭസ്മമൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഏണിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്പീക്കർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഏണിൽ ഒത്തിരി പിക്ചേഴ്സ് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ ഒരു 4 പിക്ചേഴ്സിനെ പറ്റിയാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ആ 4 പിക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സൈഡിലായിട്ട് ഒരു പിക്ചറിൽ കാട്ടിലൂടെ പോകുന്നൊരു സ്ത്രീയെ ഫോളോ ചെയ്യുന്ന അതിസുന്ദരിയായൊരു സ്ത്രീയെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെ കാണാം. സെക്കൻഡ് പിക്ചറിൽ മരത്തിന് കീഴേ ഇരുന്ന് ഓടക്കുഴൽ അല്ലെങ്കിൽ പൈപ്പ്, ഈ പണ്ടത്തെ ഈ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണാൻ പറ്റില്ലേ, ഇങ്ങനെ ഒരു പൈപ്പ്, ഒരു ഫ്ലൂട്ട് പോലത്തെ പൈപ്പൊക്കെ ഓടക്കുഴൽ വായിക്കുന്ന ആൾക്കാരെ കാണാം. മൂന്നാമതായിട്ട് പരസ്പരം കിസ് ചെയ്യാനായിട്ട് പോകുന്ന ലവേഴ്സിനെ കാണാം. ആൻഡ് ഫോർത്ത് പിക്ചേഴ്സിൽ അഥവാ ലാസ്റ്റ് പിക്ചറിൽ ഒരു ബലി അല്ലെങ്കിൽ ഒരു കുരുതി നടത്താനായിട്ട് കൊണ്ടുപോകുന്ന ഒരു പശുക്കുട്ടിയെ കാണാം. ഒരു മൃഗത്തിനെ, ഒരു പശുവിനെ കാണാം. കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പശുവിനെ കാണാം. അത് കൊണ്ടുപോകുന്ന ആൾക്കാരെയും ഈ ഒരു 4 പിക്ചേഴ്സിൽ കാണാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 4 ചിത്രങ്ങളില്ലേ, ഈ ചിത്രങ്ങൾക്ക് പിന്നിലുള്ള ഓരോ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഈ പിക്ചേഴ്സ് കാണുമ്പോൾ നമ്മുടെ പോയറ്റിന് എന്താണ് തോന്നുന്നത് എന്നാണ് പോയറ്റ് ഈ ഓഡിലൂടെ നമ്മളോട് പറയുന്നത്. കവി ഇവിടെ പറയുന്നത് ഈ പോട്ട് മാരീഡാണ്. ഇതൊരാളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആരെയാണ്? ക്വയറ്റ്നെസ്സിനെ അഥവാ നിശബ്ദതയാണ് ഈ പോട്ട് മാരി ചെയ്തേക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ബട്ട് ദേ ഹാവിൻറ്റ് സെക്സ് യെറ്റ്. അത് തന്നെ ആ മാരേജ്, അതുകൊണ്ട് തന്നെ ആ മാരേജ് ഒഫീഷ്യലായൊരു സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കവി പറയുന്നത് സൈലൻസിൻ്റെയും സ്ലോ ടൈമിൻ്റെയും മകളാണ് ഈ ഏൺ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ കവി ഈ പോട്ടിനെ ഒരു ഹിസ്റ്റോറിയൻ അഥവാ ഒരു ചരിത്രകാരനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. കാരണം ഈ പോട്ടിനെ പോലെ കഥകൾ പറയാൻ ഒരു ചരിത്രകാരനും കഴിയില്ല. എന്തിനേറെ പറയുന്നു, ഈ പോട്ട് പറയുന്ന പോലെ കഥകൾ പറയാനായിട്ട് എനിക്ക് പോലും, അതായത് ഈ പോയറ്റിന് പോലും സാധിക്കില്ല എന്നാണ് പോയറ്റിവിടെ പറയുന്നത്. പിന്നീട് ആ ഏണിൽ കൊത്തിവെച്ചിട്ടുള്ള വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങളെ കവി നോക്കിയാണ്. ആദ്യം കവിയുടെ കണ്ണിൽ കാണുന്ന ചിത്രം എന്താണ്? അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കുറച്ച് ആൾക്കാർ കാട്ടിലൂടെ ഫോളോ ചെയ്ത് പോകുന്നു. ആ ഒരു ഇമേജാണ് പോയറ്റ് ആദ്യം കാണുന്നത്. പിന്നീട് കുറച്ച് ആൾക്കാർ ഓടക്കുഴൽ വായിക്കുന്നു അഥവാ പൈപ്പ് വായിക്കുന്നു. അത് ആ ഇമേജ് കാണുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലാണുള്ളത്. ആ ഏൺ നല്ല ഒരു ചരിത്രകാരനാണെന്ന് പറയുമ്പോൾ തന്നെ കവി പറയുന്നത് ആ ഓടക്കുഴൽ വായിക്കുന്ന ആ വ്യക്തിയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല പാട്ടുകാരനാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അതേപോലെ തന്നെ ഫേമസ് ആയ ഒരു ലൈൻ വരുന്നുണ്ട്. എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള, ഇപ്പോൾ സെറ്റ് എക്സാമിനാണെങ്കിലും HSIക്കാണെങ്കിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ലൈനാണ് സെക്കൻഡ് സ്റ്റാൻസയിലെ സ്റ്റാർട്ടിംഗ് ലൈൻ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ലൈനാണല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈൻ. അതായത് നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ മനോഹരമാണ്, എന്നാൽ നമ്മൾ കേൾക്കാത്തവയോ അതിമനോഹരവും. ഇതാണ് ഈ ലൈനിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ ഏണിലെ ഇമേജസ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കവി മധുരമായ ഒരു ഓടക്കുഴൽ നാദം അദ്ദേഹം കേട്ടു. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു മരത്തിൻ്റെ കീഴിൽ നിന്ന് ഒരാൾ ഓടക്കുഴൽ വായിക്കുന്നൊരു പിക്ചർ അവർ ഏണിൽ കൊത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്.
ആ ഏണിൽ ആ മ്യൂസിക്, അവിടെ ആരും തന്നെ ആ മ്യൂസിക് കേൾക്കുന്നില്ല, ആൾക്കും കേൾക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ പോയറ്റ് ആ മ്യൂസിക് തൻ്റെ സോൾ ഉപയോഗിച്ച് കേൾക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ആ മ്യൂസിക് പോയറ്റ് എൻജോയ് ചെയ്യുന്നു. എന്നിട്ടാണ് അദ്ദേഹം ആ നേരത്തെ പറഞ്ഞ ലൈൻസൊക്കെ പറയുന്നത് കേട്ടോ. ഇതിൽ മനോഹരമായി പോയറ്റ് പറയണേ, ഇതിലും മനോഹരമായിട്ട് ആർക്കും ഓടക്കുഴൽ വായിക്കാൻ കഴിയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഏൺ എത്ര നാളുണ്ടാവുമോ അത്രയും നാൾ നിങ്ങൾക്ക് ഈ ഓടക്കുഴൽ വായിക്കാം. അതുപോലെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുന്ന മരം, നിങ്ങൾ ഇപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, ആ റെസ്റ്റ് ചെയ്യുന്ന മരം എന്നും ഇങ്ങനെ എന്താ പച്ചപ്പായിട്ട് എന്നും ഒരു സ്പ്രിംഗ് പോലെ എന്നും നിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ണുടക്കുന്ന ഇമേജ് ഏതാണ്? അതിസുന്ദരിയായ ഒരു യുവതിയെ കാട്ടിലൂടെ ചേസ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളെന്ന് പറഞ്ഞില്ലേ, ആ ഇമേജാണ്. ഇവിടെ അദ്ദേഹം ആ ചേസ് ചെയ്യുന്ന വ്യക്തികളോടായി സംസാരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പേടി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും ആ യുവതിയെ പിടിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങൾ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? ഈ ഏണിൽ കൊത്തിവെച്ചേക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ. ആ ചിത്രം ഒരിക്കലും മാറാൻ പോകുന്നില്ല. എന്നും ഈ ഏൺ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആ ഒരു യുവതിയെ ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്കൊരിക്കലും ആ യുവതിയെ പിടിക്കാൻ പറ്റില്ല. ലൈഫ് ലോങ് നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, കാരണം നിങ്ങൾക്ക് അവളെ എന്നും കണ്ടുകൊണ്ടേയിരിക്കാം. എപ്പോൾ വരെ? അണ്ട് ദ ഏൺ ഡിസ്ട്രോയ്. പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത് ആ ട്രീയോടാണ്. അദ്ദേഹം ആ ട്രീയോട് പറയുകയാണ്, യു ആർ സോ ലക്കി ബിക്കോസ് നിൻ്റെ ഇലകൾ കൊഴിയാതെ നിൽക്കുന്നു. ഈ ഏണിൽ നീ ഉള്ളിടത്തോളം കാലം നീ എന്നും വസന്തകാലത്തിൽ തന്നെയായിരിക്കും, അല്ലേ? ചില സീസണിൽ ഇലകൾ, മരത്തിൻ്റെ ഇലയൊക്കെ കൊഴിയും, ചില സീസണിൽ മരത്തിൻ്റെ ഇലയൊന്നും കൊഴിയില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ പക്ഷേ ഈ പിക്ചറിൽ എന്നും ഈ മരം വരച്ച് വെച്ചേക്കുന്ന ഈ ഇലകളുള്ള പോലെ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും ഈ ഏൺ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മരത്തിൻ്റെ ഇലകളും നിലനിൽക്കും. എന്നും നീ വസന്തത്തിലായിരിക്കും. അടുത്തതായി അദ്ദേഹം നോക്കുന്ന ഇമേജ് ആ കിസ് ചെയ്യാനായിട്ട് പോകുന്ന ലവേഴ്സിനെയാണ്. ആ ലവേഴ്സിനോട് പോയിട്ട് പറയാണ്, ചെറിയൊരു അസൂയയോടുകൂടി പറയാണ്. അസൂയ തോന്നുന്നുണ്ട് പോയിട്ടിന്, കാരണം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ലക്കിയായ ലവേഴ്സാണ് നിങ്ങൾ. ബിക്കോസ് ദേ ഡോണ്ട് കിസ് യെറ്റ് ആൻഡ് ദേ ആർ ട്രൈങ് ടു കിസ്. അതായത് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരു ജിജ്ഞാസയുണ്ട്, അല്ലെങ്കിൽ ഒരു ആനന്ദം അവർക്കുണ്ട്. ഇൻ കേസ് അവർ കിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് നഷ്ടപ്പെടും, പുതിയതായ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അവർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് മനസ്സിലാവും. സോ അവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് നഷ്ടപ്പെടും. സോ ഇപ്പോൾ അവർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എന്നാണ് പറയുന്നത്. സോ ആ എക്സൈറ്റ്മെൻറ്റ് ഈ ഏൺ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, ആ ഒരു സന്തോഷത്തിൽ തന്നെ നിങ്ങളെന്നും തുടരും. ഈ ഏൺ നിലനിൽക്കുന്നിടത്തോളം കാലം തുടരും. ഇനി കവി ഈ ഏണിൽ കാണുന്ന ഇമേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു പശുക്കുട്ടി കഴുത്തിൽ പൂക്കൾ കൊണ്ടുള്ള മാലയൊക്കെ അണിഞ്ഞിട്ട് ഒരു പശുക്കുട്ടിയെ കൊണ്ട് പോവുകയാണ്. പശുക്കുട്ടി എന്തിനായിരിക്കാം? ബലി കൊടുക്കാനായിട്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഇമേജ്, ബലി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കുരുതി കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പശുക്കുട്ടിയെ കൊണ്ട് പോവുകയാണ്. അത് ഒരു പ്രീസ്റ്റ് പശുക്കുട്ടിയുടെ കൂടെയുണ്ട്. ഓക്കെ, പശുക്കുട്ടിയുടെ മുന്നേ നടക്കുന്നുണ്ട്. ആ പുരോഹിതൻ്റെ മുന്നിൽ എന്താ, ആ നാട്ടിലെ ഫുൾ ജനങ്ങളും ഉണ്ട്, ഇല്ലേ? അങ്ങനത്തെ ഒരു ഇമേജ്. അപ്പോൾ ഇവിടെ കവി എന്താ പറയുന്നത്, ഒരു നാട്ടിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ ഈ പ്രീസ്റ്റിനെ ഫോളോ ചെയ്ത് പോവുകയാണല്ലോ. ആ നാടിപ്പോൾ എം ഡി ആയിട്ടുണ്ടാകും, അല്ലേ? ആ നാട്ടിലെ ജനങ്ങളെല്ലാം പ്രീസ്റ്റിനെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് ആ നാട് ഇപ്പോൾ എം ഡി ആയിട്ടിരിക്കുകയായിരിക്കാം. അതുമാത്രമല്ല, ഈ ജനങ്ങൾക്ക് ആർക്കും ഇനി തിരിച്ച് പോകാൻ സാധിക്കുമോ? ഇല്ല, അവർ ഈ ഇമേജിലാണ്. അപ്പോൾ ആ നാട് എന്നും എം ഡി ആയിട്ട് തന്നെ ഇരിക്കും. ഈ ജനങ്ങളെല്ലാം ഈ പശുക്കുട്ടിയെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഈ പ്രീസ്റ്റിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റാൻസ് എൻഡ് ചെയ്യുമ്പോഴും ഇറ്റ്സ് എ പിക്ചർ, ദ പിക്ചർ ഡോൺ ചേഞ്ച് എന്ന് കവി മീൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ പിക്ചർ, ദ പിക്ചർ ഡോൺ ചേഞ്ച് എന്ന് കവി പറയുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റാൻസയിൽ കവി പറയുന്നത്, നമ്മൾ ആരൊക്കെ എപ്പോഴൊക്കെ മരിച്ചാലും ഏൺ ഇങ്ങനെ തന്നെ തുടരും. വരും തലമുറയ്ക്കും ഏൺ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇത് ഈ ഏൺ മനുഷ്യവംശത്തിൻ്റെ തന്നെ നല്ലൊരു സുഹൃത്താണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ്. ഈ ഏൺ എല്ലാ ജനറേഷനും ഈ സെയിം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ലൈനിൽ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനാണ്. ഇവിടെ കവി പറയുന്നത് ബ്യൂട്ടി എന്ന് പറയുന്നത് ട്രൂത്താണ്. ബ്യൂട്ടി ആൻഡ് ട്രൂത്ത് ആ സെയിം, രണ്ടും ഒന്നാണ്. ഇവിടെ ഏൺ ബ്യൂട്ടിഫുൾ ആണ്, ഏൺ ട്രൂത്താണ്. ഈ ബ്യൂട്ടിഫുള്ളായ ഏൺ സത്യം മാത്രമാണ് പറയുന്നത്. സത്യം മാത്രം വരും ജനറേഷനും കൈമാറുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ലേ? പോയറ്റ് ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സെയിം തന്നെയല്ലേ? ബ്യൂട്ടി എന്ന് പറയുന്നത് സത്യമാണ്.
അല്ലാതെ നമ്മൾ കാണുമ്പോൾ ഉള്ള സൗന്ദര്യത്തിനേക്കാളും ട്രൂത്തിനാണ് ബ്യൂട്ടി ഉള്ളത്. ഇതാണ് ഈ പോയത്തിൻ്റെ ഓവറോൾ മലയാളം സമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തീം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്നസെൻസ്. The urn represents an innocent world, unaffected by the suffering and hardship that comes with change. The trees never had to deal with losing their leaves. The violent sacrifice of a cow hasn't been committed yet, and even the urn itself unravished or pure. By the end of the poem, however, the speaker began to wonder if what he took for innocent might actually been a form of cold distance and alliteration. Sexual desire is a form of innocence in this poem. ഈ പോയത്തിൽ ഇന്നസെൻസ് ഉണ്ട്. അതായത് ആ ട്രീയുടെ ഇലകളൊന്നും കൊഴിയുന്നില്ല, ആ ഇലകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു ഇല്ലേ. അതേപോലെ ആ പശുവിനെ ബലി കൊടുക്കുന്ന ചിത്രമല്ല കാണിക്കുന്നത്, ബലി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇമേജാണ് കാണിക്കുന്നത്. അത് ഒരു ഇന്നസെൻറ്റ് അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിനെയാണ്. ദ സഫറിങ് ആൻഡ് ഹാർഡ്ഷിപ്പ് ദാറ്റ് കം വിത്ത് ചേഞ്ച്, ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ട്രാൻസിയൻസ്. The people on the urn never have to deal with change in their world. Their world is permanently frozen in a single moment. The poem, timeless world of urn with the upside down hourglass in human life. The real world joyful painting after an erotic change can easily turn into a fear and bad case of dry mouth. What was one sweet can become a cloying mess. അതായത് ഇതിൽ എന്താണ് ഒരു ട്രാൻസിയൻസ്. അതായത് ഈ ഓണിലുള്ള പിക്ചേഴ്സിൻ്റെ ഇതൊന്നും ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല, അത് പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ട് അങ്ങനെ ഒരു സിംഗിൾ ഫ്രെയിമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒരു നല്ല ഇമേജായിട്ട് അതവിടെ അങ്ങനെ നിലനിൽക്കുകയാണ്. പിന്നെ വരുന്നത് എന്താ, വിസ്ഡം ആൻഡ് നോളജ്. ദ സ്പീക്കർ ടേൺസ് ടു ദ ഏൺ ആസ് എ സോഴ്സ് ഓഫ് വിസ്ഡം. വി ടേക്ക് ഇറ്റ് ദാറ്റ് ഹീ ഈസ് ഫീലിംഗ് ഡൗൺ ഓൺ ദ ലൈഫ് ആൻഡ് ലവ്, needed some good advice, and who's better to give advice than a 1,000-year-old poet. At first it's not clear what kind of help the urn can be seeing as the world it depicts. It's so different from that of the speaker. But the end of the poem, it delivered the message that beauty and truth are one of the same. അപ്പോൾ പിന്നെ തരുന്ന തീം എന്ന് പറയുന്നത് വിസ്ഡം ആൻഡ് നോളജാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ജ്ഞാനം. നോളജ് എന്ന് പറയുമ്പോൾ അറിവ്. അപ്പോൾ ഇതിൽ തരുന്ന ബ്യൂട്ടി എന്ന് പറയുന്നതും ട്രൂത്ത് എന്ന് പറയുന്നതും, ബ്യൂട്ടി എന്ന് പറയുന്നതും ട്രൂത്ത് എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് പറയുന്നൊരു തീം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇതിൽ തരുന്നുണ്ട്. പിന്നെ സെക്സ്. ഇറ്റ് ഹാർഡ് ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ലവ് ഇൻ ദിസ് പോയം. Despite being a huge romantic, Keats was a realistic on matter of love. He know that just because you want to be with someone or moment doesn't mean you will love them forever. The speaker purposed that ideal solution to transience of our erotic feeling. We just have to stop time right before the act of sex and remain in the moment of joyful anticipation of forever. അപ്പോൾ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനവും അതും ഇതിൽ ഒരു തീമാണ്. പിന്നെ പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ. Few people have defined the value of art quite like John Keats. He goes so far as to suggest that the more powerful truths are to be found only in art. This had led some people to criticize him for worshipping dead, inanimate objects like urn of this poem, but that's probably too simplistic of a view. More likely, Keats believed that truth was conveyed through emotions and experience, not logic or arguments, and that the greatest truth could only be expressed in silence. The urn, for example, has been sitting in rain or in some dusty room for thousands of years, waiting for sensitive soul like the speaker to come by and listen with a spiritual ear. And of course, the same could be said of Keats' poem, which is just a collection of words on a page until the reader approaches it with the right attitude of discovery. അപ്പോൾ ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. അതായത് ഇവിടെ നമ്മൾ ആ ഏണിൽ കാണുന്ന ആർട്ടൊക്കെ ഉണ്ടല്ലോ,
അത് മനസ്സിലാക്കാൻ പാകമുള്ള ഒരു ആൾ വന്നപ്പോഴത്തേക്കാണ് ആ ആർട്ടിൻ്റെ ഒരു മീനിങ് എല്ലാവർക്കും മനസ്സിലായത് ഇല്ലേ? അതുപോലെ തന്നെയാണ് കീറ്റ്സിൻ്റെ പോയവും. അത് വായിക്കുമ്പോഴത്തേക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വന്നാൽ മാത്രമേ അതിനും ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ, അതിനെയും ഡിസ്കവർ ചെയ്യുള്ളൂ. പിന്നീട് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ അപ്പോസ്ട്രഫീസ് ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ, പാരലിസം, ആൻറ്റിതീസിസ്, അലിട്രേഷൻ, മെറ്റഫർ, ഇമേജറി ആൻഡ് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി, പോയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.